അല്ല, പ്രതിഷേധം ആദ്യം കേരളത്തിലെ ജനങ്ങളത് ബോധ്യപ്പെടുത്തുക എന്നാണ്. ആത്യന്തികമായിട്ട് അതിന് ആദ്യത്തെ സ്റ്റെപ്പ് അതാണല്ലോ. നിങ്ങളൊക്കെ തന്നെ അത് വന്ന് പരിശോധിക്കുകയും ആ യൂട്യൂബർ പുറത്തുവിട്ട വീഡിയോസ് അതിനെ എതിരെയായിരുന്നു ഈ പാർട്ടിയും മന്ത്രിയുടെ ഓഫീസും അദ്ദേഹത്തിന്റെ അനുയായികളും നിലപാടെടുത്തത്. കള്ളത്തരമാണ്, വഞ്ചനയാണ്, അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ അത് വസ്തുതകൾ ഇപ്പോൾ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഇതൊരു ആദ്യത്തെ ഒരു എന്താ പറയാ, കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ടൂറിസത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കൊള്ളയുടെ ജീവിക്കുന്ന ഉദാഹരണം, വലിയ അപകടത്തിലേക്ക് പോകാൻ പോകുന്ന ഒരു സ്ഥിതിവിശേഷം. മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇടപെടുകയും കേസെടുക്കുകയും ചെയ്ത ഈ സ്ഥിതിയിൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ഗവൺമെന്റിൽ നിന്നോ ഇന്ന് വരെ ഈ കാര്യത്തെക്കുറിച്ച് അക്ഷരം പറഞ്ഞിട്ടില്ല. ടൂറിസം ഡയറക്ടറുടെ ഭാഗത്തുനിന്നൊന്നുമില്ല, PWD മിനിസ്റ്ററുടെ ഭാഗത്തുനിന്നില്ല, ചീഫ് എഞ്ചിനീയറുടെ ഭാഗത്തുനിന്നില്ല. നമ്മൾക്കൊക്കെ ഉള്ള ബന്ധങ്ങൾ വെച്ച് നമ്മളത് അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ പാലത്തിന് ഒരു സേഫ്റ്റി സർട്ടിഫിക്കറ്റും ഒരാളും കൊടുത്തിട്ടില്ല. ഇന്നത്തെ ഈ ഒരു കണ്ടീഷനിൽ അത് കൊടുക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നാണ് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് തലത്തിലൊരു വ്യക്തി എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ല, എങ്ങനെ പരിഹരിക്കാനാണ്? അപ്പം ഈ ചെലവിട്ട പൈസ എവിടെ? ഇവിടെ ഇലൂമിനേറ്റ് ചെയ്യാനാണ് 1.25 കോടി ചെലവാക്കിയത്. എന്താ ഇലൂമിനേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറി വാങ്ങിപ്പോരാ നിങ്ങൾക്ക്? 1.25 കോടി ഉണ്ടെങ്കിൽ ചൈനയിൽ പോയാൽ ആ ഫാക്ടറിയോടെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ നമ്മൾ ഇലൂമിനേഷൻ അത്രയും ചീപ്പായിട്ട് പൈസ മുടക്കുന്ന, പണ്ട് നമ്മൾ ഒരു 1 ലക്ഷം രൂപ മുടക്കി ഇലൂമിനേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ 5000 രൂപ ഉണ്ടെങ്കിൽ ഇലൂമിനേറ്റ് ചെയ്യാവുന്ന സ്ഥിതിയാണ്. അപ്പോഴാണ് ഒരു 40 കൊല്ലം മുമ്പ് ഈ കോലത്തിൽ ഇലൂമിനേറ്റ് ചെയ്യേണ്ട പൈസ മുടക്ക് പറയുന്നത്. ഈ 1.25 കോടിയുടെ അതിന്റെ വൈപ്പർക്കേഷൻ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണം. 95 ലക്ഷം മെയിന്റനൻസിന് മുടക്കി എന്ന് പറയുന്നത് ആർക്കും അറിയില്ല. അതിന്റെ ടെൻഡറിനെ കുറിച്ചൊരു ധാരണയില്ല. എന്ത് വർക്ക് നടത്തിയെന്നതിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ ഇല്ല. ഇപ്പൊ എന്താ മന്ത്രി മിണ്ടാത്തത്? റീൽസ് ഇട്ടുകൊണ്ട് ഈ നാടിനെ എന്താ പറയുക, കിടിലം കൊള്ളിച്ച, രോമാഞ്ചം കൊള്ളിച്ച മന്ത്രി. എന്താ മന്ത്രി? മന്ത്രിയുടെ നാട്ടിലാണിത്. മന്ത്രിക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ അവിടെ ഉള്ളത്. ആ ജനങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ മന്ത്രി ഇവിടെ വന്നിട്ട് പത്രസമ്മേളനം നടത്തണം. ഞാൻ മുഹമ്മദ് റിയാസിനെ മരുമോനെ വെല്ലുവിളിക്കാണ്. ഈ നിൽക്കുന്നത് ഫറൂഖ് പാലത്തിന്റെ ചോട്ടിൽ അദ്ദേഹത്തിന്റെ മണ്ണിലാ നിൽക്കുന്നത്. അദ്ദേഹം MLAയും മന്ത്രിയെ മണ്ണില. ഇവിടെ വന്നിട്ട് ഈ ജനങ്ങളെ വിളിച്ചിട്ട് ഈ 2.25 കോടി രൂപ എങ്ങനെയാണ് ചെലവഴിച്ചത് എന്ന് ഇവിടുത്തെ ജനങ്ങളോടും പത്രക്കാരോടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ മന്ത്രി തയ്യാറുണ്ടോ? ആരാ ഈ പൈസ മുക്കിയത്? ആരാ അതിന്റെ കോൺട്രാക്ടർ? ആരാ ഈ പണിയെടുത്തത്? ആരാണ് ഇതിന് അനുമതി കൊടുത്തത്? ഫിറ്റ്നസ് ഇല്ലാത്ത ഇതുപോലൊരു പാലത്തിൽ ഇത്ര കോടി ധൈര്യം മന്ത്രിക്ക് എങ്ങനെയാ കിട്ടിയത്? ഉത്തരം പറഞ്ഞേ പറ്റൂ. രണ്ടു മൂന്ന് വട്ടമായിട്ട് നവീകരണ പ്രവർത്തനം നടത്തി ഇങ്ങനെ പല പണിയും ചെയ്തു എന്ന് പറയുന്നു. അപ്പൊ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഇപ്പോൾ വിജിലൻസിൽ മറ്റൊരു പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിയമ നടപടി സ്വീകരിക്കും? എത്ര പരാതി ഞാൻ കുറെ കൊടുത്തില്ല. ഇപ്പൊ ഇന്ന് ഹൈക്കോടതിയിൽ കേസുണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം, അജിത് കുമാറിന്റെ. വിജിലൻസ് കൊടുത്ത ക്ലീൻ ഷീറ്റിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മൾ കൊടുത്ത പെറ്റീഷനാണ് നിൽക്കുന്നത്. ആർക്കാ പരാതി കൊടുക്കാനുള്ളത് ഈ പിണറായിന്റെ ഈ പോലീസ്, ഈ വിജിലൻസിനല്ലേ. നമ്മളിപ്പോ കോടതിയെ സമീപിക്കണം. എന്താ, ആരാ പരാതി കൊടുക്കാൻ വരിക? ഈ എന്റെ പേരിൽ 28 കേസുണ്ട്. ഇപ്പോ 28 കേസ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇപ്പൊ ലാസ്റ്റിൽ മത്സരിച്ച എന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങളോട് കൊടുത്തു നോക്കണം. കാരണം ഇത് ഇത്രയും കേസുണ്ട് കാരണം പത്രങ്ങളിൽ കൊടുക്കണം. അതിന് 2 ചില ലക്ഷം രൂപ ചെലവായി എനിക്ക്. ഏത് ഇത്രയും കേസുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്നെപ്പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക്, ഒരു മുൻ MLA, അവരുടെ പേരിൽ ഇത്തരത്തിലുള്ള കള്ളക്കേസിലെടുക്കുമ്പോൾ ആരാ വരിക? ആര് വരും പരാതി കൊടുക്കാൻ? അവിടെയാണ് പ്രശ്നം. ഇപ്പൊ ആ സാധു യൂട്യൂബർ എന്തൊക്കെയാണ് അവനുള്ള ഭീഷണി? എന്തോ ഒരു പേര്, വർക്കി, ദിനേശ് വർക്കി. അവനൊരു എന്താ പറയാ, അവന്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം ഭീഷണിയാണ്. അപ്പോ ഇത് ഒരു വിജിലൻസിനും, ജനങ്ങൾ എന്ന് പറയുന്ന ജനകീയ കോടതിയിലെ വിജിലൻസ് 2026 ഇവിടെ വരുമല്ലോ. അന്ന് ഈ കേരളത്തിലെ എല്ലാ വോട്ടർമാരും വിജിലന്റ് ആയാൽ ഈ പറയുന്ന ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിക്ക് ഒരു അവസാനം വരുത്താൻ കഴിയും. അല്ലാതെ ഇതിന്റെ മുകളിൽ നിന്ന് ഒരു നടപടി ഉണ്ടാവില്ല. മൂപ്പര് ചിരിച്ച് 2 റീലും കൂടി വിട്ടിട്ട് പോകും. നിങ്ങൾ കോഴിക്കോട്ടെ പത്രക്കാരാണല്ലോ, ഞാൻ ഇപ്പൊ മലപ്പുറത്ത് വന്നാ. നിങ്ങൾക്ക് നേരം വെളുത്ത അദ്ദേഹത്തെ കാണുമല്ലോ. ഒന്ന് ചോദിക്ക്, PV അൻവർ എന്ന് പറയുന്ന, ഞാനൊരു എന്തോ ആവട്ടെ, അയാളെ വെല്ലുവിളിക്കാനെന്ന് നമ്മൾ എത്ര പോകുന്നൊരു സാധനമാണ്. വിട്ടേക്കിങ്ങള്. ജനങ്ങളുടെ ആവശ്യമുണ്ട്. ഒന്ന് ആ പാലത്തിന്റെ വീട്ടിൽ വന്നിട്ട് മന്ത്രി ഒന്ന് വരൂ. നിങ്ങളാണല്ലോ ഈ പറയുന്നത് ഈ പാലം പൊളിഞ്ഞിട്ടില്ല, ഭീമുണ്ട്. ഭീമേല്ലാന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വീടിന് തറയില്ലാതെ ഒരു സ്കെൽട്ടൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ കുറെ കാലമൊക്കെ അങ്ങനെ നിൽക്കും.
ഏത് സമയത്തും ബ്രേക്ക് ഡൗൺ ആവും. ഒരു സംശയം കരുതണ്ട. അത് ചിലപ്പോൾ ഒരു ലോഡ് കയറ്റി വരുന്ന ലോറിയാവാം. ഈ 10ഉം 60ഉം 70ഉം 80ഉം കുട്ടികളെ കുത്തി നിറച്ച ടൗൺ ബസ്സുകളാണ് ഈ ഫറൂഖ് കോളേജിലേക്കും പരിസര പ്രദേശത്തിലെ സ്കൂളിലേക്കും കോളേജിലേക്ക് പോകുന്നത്. അതൊന്ന് മൂക്ക് കുത്തി ഇതിന്റെ താഴേക്ക് വീണാലേ ഈ പൈസന്റെ പൂതിയൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കഴിയും. അതിന്റെ മുമ്പ് ഈ കള്ളത്തരം എന്തായാലും ജനങ്ങൾ അറിഞ്ഞ് ഇനി മനുഷ്യനെ കൊല്ലുന്ന അവസ്ഥയും കൂടി ഉണ്ടാക്കരുത് എന്നൊരു എളിയ റിക്വസ്റ്റ് എനിക്കുള്ളത്. PWD പറയുന്നത് ഈ മാർച്ചിലാണ് ഈ കാര്യം അറിഞ്ഞത്. അപ്പൊ മാർച്ചിൽ തന്നെ അവർ അതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി. ഭരണാനുമതി ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. ഈ ഭരണാനുമതി വൈകുന്നത് എന്തുകൊണ്ടാണ് ഇത്? അല്ല, ഭരണാനുമതി അല്ല. നിങ്ങളിപ്പോ നോക്കൂ, നിങ്ങളിപ്പോ കുറെ സമയമല്ല ഇവിടെ നിൽക്കുന്നത്. ഈ 2 സ്ട്രക്ചറിനല്ലാതെ ഈ 2 ബ്രിഡ്ജിന്റെ അപ്പുറത്ത് മാത്രമേ ഇവരെന്ത് പെയിന്റ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് വെള്ളം നിൽക്കുന്നിടത്തേക്ക് പോയിട്ടില്ലല്ലോ. നോക്കൂ, ആ കാലുകളാണ് നോക്കുന്നത്. ഈ 2 പെയിന്റ് ചെയ്ത് അവിടുന്ന് അങ്ങോട്ട് അതിന്റെ അടിയിലൊന്ന് പോയിട്ട് ഈ എഞ്ചിനീയർ ഒന്ന് മേലോട്ട് നോക്കണ്ടേ? ഇത്രയും തോണികളും ബോട്ടും സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ. 2 മിനിറ്റാ വേണ്ടത്, അല്ലെങ്കിൽ 5 മിനിറ്റ് പോയി നോക്കിയിട്ടില്ലല്ലോ. ഇതൊന്നും നോക്കാതെ ഈ പുറമോടി ആരാതിന്റെ കോൺട്രാക്ടർ നിങ്ങൾ ചോദിച്ചോ? നിങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി എന്തായാലും കോഴിക്കോട് കാണുമല്ലോ. ആദ്യം നിങ്ങൾ ചോദിക്കണം ആരാതിന്റെ കോൺട്രാക്ടർ, ആരാ ഈ പണി നടത്തിയത്, എവിടെയാണ് ടെൻഡർ നടത്തുന്നത്, ഏത് പത്രത്തിലാണ് ഇതിന്റെ പരസ്യം കൊടുത്തത്, ആരാണ് ഈ ടെൻഡർ നടപടികൾ പബ്ലിക് അറിഞ്ഞത് നിങ്ങൾ ചോദിക്കുകയും. നിങ്ങൾ എന്നോട് മാത്രം ചോദിച്ചില്ല, ഞാൻ ഇതിന് ഉത്തരവാദിയല്ല. ഇതിന്റെ ഒരിക്കലും സുതാര്യമല്ല, വർക്കും സുതാര്യമല്ല, ഒന്നും സുതാര്യമല്ല. അതുകൊണ്ടാണല്ലോ ഒളിഞ്ഞു നിൽക്കുന്നത്. സാധാരണ ഒരു വാക്ക് അങ്ങോട്ട് പറഞ്ഞാൽ 10 വാക്ക് ഇങ്ങോട്ട് പറയാൻ ശേഷിയുള്ള ആളാണല്ലോ മരുമകൻ മന്ത്രി. എന്താ ഇത്രയും ദിവസമായിട്ട് മിണ്ടാത്തത്? നാവിറങ്ങിപ്പോയോ? അല്ല, നമുക്കറിയണം നാവിറങ്ങിപ്പോയോ. എന്താണ് ഈ ഫറൂഖ് പാലത്തിലെ 2.25 കോടി രൂപ എന്താണ് ഇവിടെ വാക്കിയതെന്ന് പറയാൻ ബാധ്യതല്ലേ അദ്ദേഹത്തിന്റെ മണ്ഡലം, അദ്ദേഹത്തിന്റെ വോട്ടർമാര്. അതിന് 7ാം കൂലി ഏതെങ്കിലും സഖാക്കളെ വിട്ടിട്ടല്ല മറുപടി പറയേണ്ടത്. ഉത്തരവാദിത്തമുണ്ട്. നമ്മളൊക്കെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ പോയി നിന്നിട്ട് അതിന് മറുപടി പറയാറുണ്ട്, ആ വിഷയത്തിൽ ഇടപെടാറുണ്ട്. നമ്മൾ ആരെയും അതിന് ബേജാറാവേണ്ട കാര്യമില്ല. എന്തിനാ ഈ ബേജാറായി ഒളിച്ചു കിടക്കുന്നത്? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ പറയുന്ന ഇവിടെ നടക്കുന്ന ഈ റോപ്പ് വേ ആരാണ്? ഈ രാജീവൻ. ആരാ രാജീവൻ? ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ബാങ്കിലെ ഒരു സ്റ്റാഫ്, വേറൊരു സ്റ്റാഫ്, ബാങ്കിന്റെ പ്രസിഡന്റ്, മറ്റൊരു സെക്രട്ടറി. ഇവരാണ് ഈ ബിനാമി കമ്പനി. മന്ത്രി ഒന്ന് കണക്ക് പറയട്ടെ. ഈ ഫറൂഖ് റെസ്റ്റ് ഹൌസ് നിങ്ങൾ ഇപ്പൊ ഒന്ന് പോകുമ്പോൾ പോയി നോക്കണം പത്രക്കാർ ദയവായിട്ട്. ഒരു രാജകൊട്ടാരം നിർമ്മിച്ചു വെച്ചിരിക്കുക ഒരു റെസ്റ്റ് ഹൌസിൽ. കേരളത്തിൽ ഇപ്പൊ റെസ്റ്റ് ഹൌസ് ഉണ്ടല്ലോ, അന്തം വിട്ടു പോകും. അപ്പൊ അന്വേഷിച്ചപ്പോ എന്താ പറഞ്ഞ്? അത് മന്ത്രി അടക്കം ഒരു റെസ്റ്റ് എടുക്കും. ഈ മന്ത്രി എങ്ങനെയാ നടന്നിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. 5 കൊല്ലം മുമ്പ് ഈ നടന്നിരുന്ന മന്ത്രി എങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെയാണെന്നും, ഇപ്പൊ എന്താണ് മൂപ്പരുടെ രീതികളെന്നും, മൂപ്പരുടെ എന്താ പറയാ, അതൊന്നും പറയുന്നില്ല. ഇപ്പോ പറയേണ്ട ഘട്ടത്തിനും പറയാം. നിങ്ങൾക്കൊക്കെ അറിയാം, പക്ഷെ നിങ്ങളൊന്നും ചോദിക്കൂല. അവർക്ക് ഇവിടെ പുതിയ പാലത്തിന് അനുമതിയായി 55 കോടി അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് 2023 2 ഭാഗത്തും ഫ്ലെക്സ് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. എത്ര ഫ്ലെക്സ് ബോർഡ്? ആ 53 കോടി കിട്ടുന്നതിന് മുമ്പ് ഇനി ഇവിടെ എന്താ അഴിമതി നടത്താൻ ബാക്കിയുള്ളത്? ഇനി ഇവിടെ എന്താ വിൽക്കാൻ ബാക്കി? ഫിഷ് മാർക്കറ്റ് വിറ്റു, പാളയം മാർക്കറ്റ് വിൽക്കാൻ നിൽക്കുന്നു. ഈ സ്റ്റീൽ കോംപ്ലക്സ് വിറ്റ് കഴിഞ്ഞു, വിഴുങ്ങിക്കളഞ്ഞു. ഈ നാടിന്റെ പൊതുവായിട്ടുള്ള പൊതുമുതൽ എന്ന് പറയുന്ന മുഴുവൻ കൈവിട്ടു പോയില്ലേ? അവിടെയാണ് വിഷയം. അപ്പൊ ഇവിടെ ഇനി 53 കോടിന്റെ പുതിയ പാലം കൂടാണ് ഈ സന്തോഷം. മൂപ്പര ക്ഷീണം മാറട്ടെ. മുമ്പ് അങ്ങ് മന്ത്രി റിയാസിനെതിരെ ബേപ്പൂരിൽ മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോ ബേപ്പൂരിലെ പ്രശ്നങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അങ്ങനെ ഒരു നീക്കം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അല്ല, അത് നിങ്ങളൊരു പൂതിയാണ്. അങ്ങനെ തന്നെ പറഞ്ഞതാണ്. ഞാൻ കേരളത്തിലെ 140 മണ്ഡലത്തിലും മത്സരിക്കാനുള്ള മാനസിക ശേഷിയുണ്ട്. നമ്മളൊരു രാഷ്ട്രീയപരമായ പോരാട്ടം നടത്തുമ്പോൾ ആ പോരാട്ടത്തിൽ നമ്മൾ എവിടെ നടത്തും? ജയം തോൽവിയും മാത്രമല്ലല്ലോ. ജയിക്കാനാണെങ്കിൽ ഇപ്പൊ എനിക്ക് MLA നിൽക്കണമെങ്കിൽ അവിടെ ഇരുന്നാൽ പോലെ. പിണറായിന്റെ ആ കാറിന്റെ ബാക്കിൽ ഇങ്ങനെ മലന്ന് കടന്നു പോകാൻ ആരെങ്കിലും എന്തോ ഒരു സുഖമായിരുന്നു അല്ലേ? അപ്പൊ ഇനിയിപ്പോ നമ്മളൊരു രാഷ്ട്രീയമായ നമ്മളൊരു നിലപാടിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയതാണ്. ആ നിലപാടുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. നിലമ്പൂരിൽ ഇവിടെ വരെ എത്തി, എന്നിട്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരോ മറ്റു ആളുകളോ ഇതുവരെ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒന്നും അല്ല, ബ്ലോക്ക് ഭാരവാഹി അല്ല, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഈ പ്രതിപക്ഷത്തെ കൊണ്ട് നേടാൻ പറ്റുമോ? പിണറായി അല്ല, എല്ലാവരും വിചാരിച്ചാൽ എനിക്ക് പ്രതിപക്ഷത്തോട് നേതാക്കന്മാരോടും പ്രത്യേകിച്ച് പ്രവർത്തകരോടും പറയാനുള്ളത് എന്താ അറിയോ? പ്രതിപക്ഷത്തെ ശിഥിലീകരിച്ച് ഇല്ലായ്മ ചെയ്യാനുള്ള വലിയ ഒരു മാൽ പ്രാക്ടീസ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തെ നേതാക്കന്മാരെ ഒറ്റപ്പെടുത്തി ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇല്ലാതാക്കേണ്ട ശ്രമം നടക്കുകയാണ്.
അതെല്ലാവരും കൂടി തിരിച്ചറിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണ്. പ്രതിരോധിക്കാൻ തീരുമാനങ്ങളുണ്ടാവും. അല്ല, ഞാൻ ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ എന്തും ഞാനുണ്ട്. രാഹുലിന്റെ കൂടെ ഉദ്ദേശമാണ് പറയുന്നത് ശിഥിലീകരിക്കാനുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ. അല്ല, അതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിയുണ്ടല്ലോ. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ശിഥിലീകരണ പ്രവർത്തനം ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും കേരളത്തിലെ സാധാരണക്കാരായ UDF പ്രവർത്തകർക്ക് അത് മനസ്സിലാകും. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ CPM ഉയർത്തുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന ആ ഗൂഢാലോചനയിൽ പലകളും ഇരകളാകല്ലേ. ഒരുത്തനെ ആക്രമിക്കാം, ഓനല്ലേ, ഓൻ നോക്കട്ടെ, അവൻ സഹിക്കട്ടെ എന്ന് സ്വകാര്യമായി പറയുന്ന ആ രീതി ഉണ്ടല്ലോ, അത് വലിയ അപകടത്തിലെത്തും. ഓരോരുത്തരെ പിക്ക് ആൻഡ് ചൂസ് ചെയ്തുകൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് UDF ലീഡർഷിപ്പും സാധാരണക്കാരായ പ്രവർത്തകർ മനസ്സിലായിരുന്നു. ലീഡർഷിപ്പിനും കൂടി മനസ്സിലായത് നന്നായിരിക്കും. അങ്ങനൊന്നുമില്ല. ഞാൻ 150 മത്സരിക്കാം തയ്യാറ് നടന്നില്ല. വോട്ട് റെഡി ആക്കാം. ആ ഫോട്ടോ ഒന്ന് എടുക്കണം. ജനങ്ങളുടെ വോട്ടിൽ പോകാം നമുക്ക്. അല്ല, എല്ലായിടത്തും നല്ല ജനങ്ങൾക്ക് നല്ല പ്രതികരണമുണ്ട്. എല്ലായിടത്തും 140 മണ്ഡലങ്ങളും ജനങ്ങൾ നന്നായി പ്രതികരിക്കാൻ നിൽക്കുകയാണ്. UDF അത് കോർഡിനേറ്റ് ചെയ്യണം. പല തട്ടുകളായി നിൽക്കുന്ന ആ ആന്റി ഗവൺമെന്റ് ഫീലിംഗ് അത് കോർഡിനേറ്റ് ചെയ്ത് ഒരു 1 പോയിന്റിൽ എത്തിക്കാൻ, സിംഗിൾ പോയിന്റിൽ എത്തിക്കാൻ പറ്റിയ ഈ ഗവൺമെന്റ് ഒരു വശത്ത് രാഹുൽ നിൽക്കും, മറുവശത്ത് PK ഫിറോസ് നിൽക്കുക. ഫിറോസിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലും ഒരു ലീഗ് നേതാവ് ഇതുവരെ രംഗത്ത്. ഇന്നലെ ET ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞല്ലോ. മുസ്ലിം ലീഗിന്റെ, യൂത്ത് ലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ശക്തമായി. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം യൂത്ത് ലീഗിന്റെയും ലീഗിന്റെയും ഒക്കെ അതിന്റെ അക്കൌണ്ട് ജലീല പരിശോധിക്കേണ്ടത് ആണോ? ഇവിടെ CPMന്റെ അക്കൌണ്ട് കോൺഗ്രസ് KPC പ്രസിഡന്റ് പരിശോധിക്കാൻ പറ്റുമോ? ഈ പറയുന്ന ഫിറോസിനെതിരെ ഈ പറയുന്ന യൂത്ത് ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു അഴിമതി ആരോപണ അക്കൌണ്ട്സിൽ പറഞ്ഞാൽ ചോദ്യം ചെയ്യും, ഞാനും ചോദ്യം ചെയ്യും. ഇതൊന്നുമില്ലാതെ ജലീല് വീട്ടിലിരുന്നിട്ട് ആ പൈസ അങ്ങോട്ടാണ് ഈ പൈസ അങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ട് 2 കീറത്തൊടിയേറ്റ് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇതാണോ കേരളത്തിലെ രാഷ്ട്രീയം?